ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതായിരിക്കും SITയുടെ ഇടക്കാല റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റും തുടർ നടപടികളും SIT കോടതിയിൽ വിശദീകരിക്കും. സമീപ ദിവസങ്ങളിൽ വിവാദമായ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും കോടതിയെ ധരിപ്പിക്കും. കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിന് കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങിയ ശേഷം താന്ത്രിക വിദ്യ പ്രകാരം ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്നാണ് അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യം ദേവസ്വം ബോർഡ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണെന്നുമാണ് പ്രതിഭാഗം വാദം. കൊടിമരത്തിലെ വാജിവാഹനം SIT തൊണ്ടി മുതലായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ചട്ടങ്ങൾ പാലിച്ചാണ് ഇത് കൈമാറിയതെന്ന റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിലാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞെന്ന് കാട്ടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊച്ചി.